Morning students, welcome to today's class. Today we are discussing about in the fifth module. Fifth module ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിഫ്ത്ത് മൊഡ്യൂളിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ്. ഫസ്റ്റ് സെക്ഷൻ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം റിക്വയർമെന്റ്സ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിനെ പോലെ തന്നെ ഒരു RSA അൽഗോരിതത്തിനെ കുറിച്ചും അതിന്റെ കീ മാനേജ്മെന്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് കീയും പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീക്രട്ട് കീസ് ഇത്രയാണ് പഠിക്കുന്നത്. RSA അൽഗോരിതം, കീ മാനേജ്മെന്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് കീ സർട്ടിഫിക്കറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീക്രട്ട് കീസ് ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. സോ ഫസ്റ്റ് എന്താണ് പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം ഒക്കെ നോക്കാം. ഓക്കെ, so moving to the first section, public key cryptography or public key crypto system. ഓക്കെ, പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതൊരു എൻക്രിപ്ഷൻ ടെക്നിക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ DES അൽഗോരിതം ആണെങ്കിലും AES അൽഗോരിതം ആണെങ്കിലും ഫീസ്റ്റർ സൈഫർ ആണെങ്കിലും എല്ലാം സിമെട്രിക് സൈഫേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ബോത്ത് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ യൂസ് സെയിം കീ, ഒരു സിംഗിൾ കീ ആണ് യൂസ് ചെയ്യുന്നത്, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. പക്ഷെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ അസിമെട്രിക് കീ എൻക്രിപ്ഷൻ ആണ്. സിമെട്രിക് അല്ല, അസിമെട്രിക് കീ എൻക്രിപ്ഷൻ. അതായത് രണ്ട് കീസ് ഉണ്ടാവും, ഒരു പ്രൈവറ്റ് കീ ഉണ്ടാവും, പബ്ലിക് കീ ഉണ്ടാവും. ഈ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് എൻക്രിപ്ഷൻ ചെയ്യുന്നത്, ആ ഒരു ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. അതിനാണ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിയുടെ സ്റ്റെപ്സ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഈച്ച് യൂസർ ജനറേറ്റ്സ് എ പെയർ ഓഫ് കീ ടു ബി യൂസ്ഡ് ഫോർ ദ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഓഫ് മെസ്സേജ്. അതായത് ഒരു സെൻഡർ ആണെങ്കിലും റിസീവർ ആണെങ്കിലും സെൻഡറും റിസീവറും 2 പെയർസ് ഓഫ് കീസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം, ഒരു പ്രൈവറ്റ് കീയും ഒരു പബ്ലിക് കീയും, 2 എൻക്രിപ്ഷൻ ആണെങ്കിലും ഡിക്രിപ്ഷൻ ആണെങ്കിലും 2 പെയർസ് ഓഫ് കീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, ഈച്ച് യൂസർ പ്ലേസസ് വൺ ഓഫ് ദ 2 keys in a public register. This is the public key and the companion key is kept private. Okay, സോ ഈ ഒരു കീയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഓക്കെ, പിന്നെ ഈ രണ്ട് കീസിൽ ഒരു കീ ഒരു പബ്ലിക് രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കും. അതിനാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. ഓക്കെ, അത് പബ്ലിക് അറിയുമ്പോൾ അത് പുറത്ത് പോയാലും കുഴപ്പമില്ല, അത് സെൻഡറിനാണെങ്കിലും റിസീവറിനൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ, അതൊരു പബ്ലിക് രജിസ്റ്ററിലാണ് കീ സേവ് ചെയ്ത് വെക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് കീ പറഞ്ഞാൽ ഈ ഒരു സെൻഡർ അല്ലെങ്കിൽ റിസീവറിന്റെ പ്രൈവറ്റ് കീ റിസീവറിന്റെ കയ്യിലും സെൻഡറിന്റെ പ്രൈവറ്റ് കീ സെൻഡറിന്റെ കയ്യിലും ഉണ്ടാവുക. സോ അത് പ്രൈവറ്റ് ആയി വെക്കുന്ന കീ. സോ രണ്ട് കീസ് ഉണ്ട്, പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. ഇഫ് ബോബ് വിഷ് ടു സെൻഡ് എ കോൺഫിഡൻഷ്യൽ മെസ്സേജ് to Alice, Bob encrypted the message using Alice public key. Okay, ഇപ്പൊ സിമ്പിൾ ആയിട്ട് ക്രിപ്റ്റോ സിസ്റ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ എൻക്രിപ്ഷനെ കുറിച്ച്, അതായത് നമ്മുടെ പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു ആലിസ് ബോബ് എന്ന് പറഞ്ഞ രണ്ട് പേഴ്സൺസ് ഉണ്ട്. സോ ബോബിന് ആലിസിന് ഒരു പേഴ്സണൽ മെസ്സേജ് അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ബോബ് ആ ഒരു മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ്, സോ ഈ പബ്ലിക് കീ ഓഫ് ബോബ് ആൻഡ് ആലിസ് രണ്ടുപേർക്കും അറിയുന്നുണ്ടാവും, കാരണം പബ്ലിക് രജിസ്റ്ററിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോബിന് ഒരു കോൺഫിഡൻഷ്യൽ മെസ്സേജ് ആലിസിന് അയക്കണം എന്നുണ്ടെങ്കിൽ ബോബ് എന്ത് ചെയ്യും, ആ മെസ്സേജ് ആലിസിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. എന്നിട്ട് ആലിസ് അത് ആലിസിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് അത് ഡിക്രിപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള മെസ്സേജ് എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ നടക്കുന്നത്. When Alice receives the message, she decrypts it using her private key. No other recipient can decrypt the message because only Alice knows her private key. Private key ആലിസിന് മാത്രമേ അറിയുള്ളൂ. സോ ആലിസ് ആണ് അവിടെ ആ ഒരു ആലിസിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു മെസ്സേജ് റീഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമൽ ക്രിപ്റ്റോ സിസ്റ്റം പബ്ലിക് ക്രിപ്റ്റോഗ്രാഫിയിലുള്ള സ്റ്റെപ്സ്. ഓക്കെ, ഈ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം, അത് സീക്രസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഈ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, സോ ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പറഞ്ഞു, ഒരു സോഴ്സ് ഉണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി ഒരു സോഴ്സ്, ഈ ഒരു സോഴ്സിലാണ് ഒരു മെസ്സേജ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ മെസ്സേജിനെ എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്യാനും വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത്, ഓക്കെ, മെസ്സേജിനെ യൂസ് ചെയ്യുന്നത് ബൈ യൂസിങ് ദ പബ്ലിക് കീ ഓഫ് ആലിസ്. ഇതാണ് PUB അറിയുമ്പോൾ, PU പറയുമ്പോൾ പബ്ലിക് കീ, PR എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കീ, B എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ ബിന്റെ പബ്ലിക് കീ, B എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷൻ ബിന്റെ പ്രൈവറ്റ് കീ, A എന്ന് പറയുമ്പോൾ സോഴ്സിന്റെ
പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. PU അറിയുമ്പോൾ പബ്ലിക്, PR അറിയുമ്പോൾ പ്രൈവറ്റ് കീ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ ഒരു കേസ് അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഒരു പെയർ ഓഫ് കീ സോഴ്സ് ആണ് ഇവിടെ കീ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ്. അപ്പൊ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യണം ബൈ യൂസിങ് ആലീസ് പബ്ലിക് കീ, അതായത് നമ്മുടെ സെൻഡ് ചെയ്യുന്ന ആളുടെ റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് ഇത് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ റിസീവർ എന്ന B ആണ്, ബിന്റെ പബ്ലിക് കീ കണ്ടോ, PUB എന്ന പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ഡാറ്റ. അപ്പൊ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റിസീവറിൽ എന്ത് ചെയ്യും, ആ റിസീവറിന്റെ പ്രൈവറ്റ് കീ PRB ആകുമ്പോൾ പ്രൈവറ്റ് കീ ഓഫ് ദ റിസീവർ ഡെസ്റ്റിനേഷൻ. അപ്പൊ B എന്നുള്ള ആളുടെ പ്രൈവറ്റ് കീ കൊണ്ട് ഇത് ഡിക്രിപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, മെസ്സേജ് റീഡ് ഔട്ട് ചെയ്യും. ഈ ഒരു ക്രിപ്റ്റ് അനലിസ്റ്റ് ഇത് ഈവ്സ്ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്രിപ്റ്റ് അനലിസ്റ്റ് ഇതിൽ നിന്ന് ഡാറ്റ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റ് അനലിസ്റ്റിന് എന്തൊക്കെ കിട്ടും, ഈ ഒരു പബ്ലിക് കീ മാത്രമേ കിട്ടുള്ളൂ. പബ്ലിക് കീ കിട്ടിയതുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് പ്രൈവറ്റ് കീ ഓഫ് ഡെസ്റ്റിനേഷൻ ബിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് ഇത് ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞ പോലെ എന്ന് ബിയിലോട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, മെസ്സേജിന് ബിന്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യും, ബിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് അത് ഡിക്രിപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അവിടെ സീക്രൻസിയും കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, കാരണം സീക്രട്ട് ആണ്, നമ്മൾ പബ്ലിക് കീ ഓഫ് ബിന്റെ തന്നെയാണ്. ഇപ്പൊ ബിന്റെ പ്രൈവറ്റ് കീ മാത്രം യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. There is some source A that produces a message X, that is X1, X2, etc. Some M elements X are letters in subfinite alphabets. Okay, the message is intended for destination B. B ലോട്ടുള്ള മെസ്സേജ് ആണ്. ഓക്കെ, ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞത് മെസ്സേജ് എക്സും നമ്മുടെ എൻക്രിപ്ഷൻ കീ പബ്ലിക് കീ ഓഫ് ബി ആണ്, PUB ആണെങ്കിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് Y എന്നുള്ള ഒരു ഔട്ട്പുട്ട്, അതായത് സൈഫർ ടെക്സ്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്, Y is equal to എൻക്രിപ്ഷൻ ഓഫ് പബ്ലിക് കീ ഓഫ് ബി PUB നമ്മുടെ ട്രാൻസ്മിറ്റ് ചെയ്യണ മെസ്സേജ് എക്സ്. ഓക്കെ, അതിനെങ്ങനെയാണ് ഇനി ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിസീവറിൽ എങ്ങനെയാ ഡിക്രിപ്റ്റ് ചെയ്യുക, എക്സ് എങ്ങനെ കിട്ടുന്നത്, Y പറഞ്ഞാൽ നമുക്ക് സൈഫർ ടെക്സ്റ്റ് ആണ്, അതിന് പ്ലെയിൻ ടെക്സ്റ്റ് എങ്ങനെ കിട്ടുക, എക്സ് ഇസ് ഈക്വൽ ടു ഡിക്രിപ്ഷൻ ഓഫ് പ്രൈവറ്റ് കീ ഓഫ് ബി PRB, Y നമ്മുടെ സൈഫർ ടെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ, ഈ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻട്രൂഡർ, ഞാൻ പറഞ്ഞു ഒരു ക്രിപ്റ്റ് അനലിസ്റ്റ്, ഒരു ഇൻട്രൂഡർ വന്ന് ഒരു ഇൻട്രൂഡർ ഇവിടെ വന്ന് ക്രിപ്റ്റ് അനാലിസിസ് ഇവിടെ നടത്തിയാൽ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന Y ആണ്. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്ത സൈഫർ ടെക്സ്റ്റും കിട്ടും, പിന്നെ എന്താ കിട്ടുന്നത്, സൈഫർ ടെക്സ്റ്റും കിട്ടും, പബ്ലിക് കീയും കിട്ടും. ഓക്കെ, സൈഫർ ടെക്സ്റ്റും പബ്ലിക് കീയും മാത്രമാണ് ഇൻട്രൂഡറിന് കിട്ടുന്നത്. അപ്പോൾ ഇൻട്രൂഡറിന് എങ്ങനെയെങ്കിലും ഇൻട്രൂഡറിന് ഇൻട്രസ്റ്റ് ആ ഒരു മെസ്സേജ് പെർട്ടിക്കുലർ മെസ്സേജ് മാത്രം വായിക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഈ ഒരു കീയും അതുപോലെ തന്നെ നമ്മുടെ ഈ Yയും അതുപോലെ തന്നെ പബ്ലിക് കീയും യൂസ് ചെയ്തിട്ട്, അതായത് എക്സും പ്രൈവറ്റ് കീ ഓഫ് ബിയും ഈ ഇൻട്രൂഡറിന് അറിയില്ല, ആകെ അറിയുന്നത് Yയും പബ്ലിക് കീ ഓഫ് ബിയും ആണ്, PUBയും Yയും ആണ്. സോ അതൊരു മെസ്സേജ് പ്ലെയിൻ ടെക്സ്റ്റിന്റെ ഒരു എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട്. അതല്ല, ഇത് ഇൻട്രൂഡർ ഇൻട്രസ്റ്റ് റീഡ് ദ ഫ്യൂച്ചർ മെസ്സേജ് റീഡ് ചെയ്യാൻ ഇൻട്രൂഡർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മെസ്സേജ് മാത്രമല്ല, ഫ്യൂച്ചർ മെസ്സേജിലുള്ള മെസ്സേജ് റീഡ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് കീ ഓഫ് ബി കണ്ടുപിടിക്കണം, എന്നാലും മാത്രമേ ആ ഒരു ഫ്യൂച്ചർ മെസ്സേജസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതൊന്നുമല്ല, നമുക്ക് ഈ ഇൻട്രൂഡറിന് ആകെ രണ്ട് ഇൻഫോർമേഷൻസേ ഉള്ളൂ, ഒന്ന് നമ്മുടെ സൈഫർ ടെക്സ്റ്റ് Yയും പിന്നെ മറ്റത് പബ്ലിക് കീ ഓഫ് ബിയും. പക്ഷെ അത് രണ്ട് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എക്സ് എസ്റ്റിമേറ്റ് അത് കണ്ടുപിടിക്കുള്ളൂ, അതായത് ആ പെർട്ടിക്കുലർ മെസ്സേജ് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. എന്നാൽ ഇൻട്രൂഡറിന് ഫ്യൂച്ചർ മെസ്സേജ് കൂടി വേണമെങ്കിൽ ഇൻട്രൂഡർ എന്താ കണ്ടുപിടിക്കണം, പ്രൈവറ്റ് കീ ഓഫ് ബി കണ്ടുപിടിക്കണം, എന്നാലും നമുക്ക് ഫ്യൂച്ചർ മെസ്സേജ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഓതന്റിക്കേഷൻ വഴിയും കൂടിയുള്ള പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ്. ഓതന്റിക്കേഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ഓതന്റിക്കേഷൻ. അതായത് നമ്മളിപ്പോ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതൊരു ഇൻട്രൂഡർ ഇത് എടുത്തിട്ട് ഇത് വീണ്ടും ഇൻട്രൂഡർ ഒരു മൂന്നാമത്തെ ഒരു പേഴ്സൺ ആണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിക്ക് അയക്കുന്നതെങ്കിൽ നമുക്ക് ഇത് ആരാ, അപ്പോൾ ഓതന്റിക്കേറ്റ് ആണ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു കേസില് ഓക്കെ, ഇവിടെ എങ്ങനെ കഴിഞ്ഞ കേസിൽ നമ്മൾ എൻക്രിപ്ഷനും ഡിക്രിപ്ഷൻ ചെയ്തിരുന്നത് പബ്ലിക് കീ ഓഫ്, അതായത് ബിന്റെ മാത്രം വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇവിടെ തന്നെയാണോ അത് അയക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അതൊരു കൺഫേം ചെയ്യാൻ പറ്റില്ല. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ, ഇത് തന്നെയാണ് അയക്കുന്നത് കീപ്പ് ചെയ്യാൻ ഈ ഒരു കേസിൽ
എൻക്രിപ്റ്റ് ചെയ്യണതും ഡിക്രിപ്റ്റ് ചെയ്യണതും ഈ ഒരു സോഴ്സ് എന്റെ കീസ് യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യണതും ഡിക്രിപ്റ്റ് ചെയ്യണം. കഴിഞ്ഞ കേസിൽ ബിന്റെ കീസ് യൂസ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തതും ഡിക്രിപ്റ്റ്, അതായത് എൻക്രിപ്റ്റ് ചെയ്തത് ബിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടും ഡിക്രിപ്റ്റ് ചെയ്തത് ബിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടും ഒക്കെ രണ്ട് ബിന്റേതായിരുന്നു. പക്ഷെ ഇവിടെ ഓതന്റിക്കേഷൻ, അതായത് സെൻറ്റർ തന്നെയാണ് അയക്കുന്നത് ഓതന്റിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യണ ബൈ യൂസിങ് ഇത് ഇവിടെ രണ്ട് കീസ് യൂസ് ചെയ്യുന്നത് എൻ്റെയാണ്. മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യണ ബൈ യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് എന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഡിക്രിപ്റ്റ് ചെയ്യുന്നത് പബ്ലിക് കീ ഓഫ് എ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മെസ്സേജിനെ ഡിക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കോൺഫിഡൻഷ്യൽ ആണ്, എന്നെയാണ് ഇത് സെൻഡ് ചെയ്തത് എന്നുള്ളത് ബിക്ക് ഉറപ്പാണ്. കാരണം പ്രൈവറ്റ് കീ ഓഫ് എ യൂസ് ചെയ്തിട്ട് എന്താ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനേഷനിൽ കണ്ടോ ഡിക്രിപ്റ്റ് ചെയ്യുന്നത് പബ്ലിക് കീ ഓഫ് എ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ ക്രിപ്റ്റോനലിസ്റ്റിന് എന്ത് കിട്ടും? പ്രൈവറ്റ് കീ ഓഫ് എ എന്ന് കിട്ടാന്നുള്ളത് ഈ ക്രിപ്റ്റോനലിസ്റ്റിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എക്സ് ഇസ് എൻക്രിപ്റ്റഡ് ബൈ യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് എ സോ ദാറ്റ് ഓതന്റിക്കേഷൻ ക്യാൻ ബി എൻഷുർഡ്. ഓതന്റിക്കേഷൻ കറക്റ്റ് ആണ്, കാരണം എക്സ് എൻക്രിപ്റ്റ് ചെയ്തത് പ്രൈവറ്റ് കീ ഓഫ് എയും ആ എക്സ് ഡിക്രിപ്റ്റ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് കീ ഓഫ് എയും ആണ്. പക്ഷെ അത് ഡിക്രിപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പബ്ലിക് കീ ഓഫ് എ ആണ് എടുക്കുന്നത്. സോ പബ്ലിക് കീ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. സോ ദ സീക്രസി ഓഫ് ദ മെസ്സേജ് ഇസ് ലോസ്റ്റ് സിൻസ് ദ പബ്ലിക് കീ ഇസ് നോൺ പബ്ലിക്കലി. പബ്ലിക് കീ എല്ലാവർക്കും പബ്ലിക്കായിട്ട് അറിയുന്നതുകൊണ്ട് ആ ഒരു മെസ്സേജ് ആർക്കും ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓതന്റിക്കേറ്റഡ് ആണ്, പക്ഷെ അവിടെ സീക്രസി ചെയ്യുന്നില്ല, സീക്രട്ട് ആക്കി വെക്കുന്നില്ല. കാരണം പബ്ലിക് കീ ഓഫ് എ ആർക്കും പബ്ലിക് രജിസ്റ്റർ ഉള്ളതാണ്, ആർക്കും അത് എടുത്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ഓഫ് എ യൂസ് ചെയ്തിട്ട്. അപ്പൊ അത് ഓതന്റിക്കേഷൻ കറക്റ്റ് ആണ്, അതായത് എ തന്നെയാണ് ഈ മെസ്സേജ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ സീക്രസി ലോസ് ആവുന്നതുകൊണ്ട് നമ്മൾ അടുത്തൊരു സിസ്റ്റത്തിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം വിത്ത് ഓതന്റിക്കേഷൻ സീക്രസി. ഓതന്റിക്കേഷനും അതുപോലെ തന്നെ മെസ്സേജിന്റെ സീക്രസി നഷ്ടപ്പെടാത്ത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ രണ്ട് എൻക്രിപ്ഷൻ വരുന്നുണ്ട്. സോ ഓതന്റിക്കേഷനും സീക്രസിയും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സെൻഡറിന്റെ സൈഡിൽ രണ്ട് എൻക്രിപ്ഷനും അതുപോലെ തന്നെ റിസീവറിന്റെ സൈഡിൽ രണ്ട് ഡിക്രിപ്ഷനും വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എല്ലാ കീസും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് എന്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബിന്റെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. ആദ്യം മെസ്സേജ് എക്സ് വന്നു. എക്സിന് നമ്മൾ ആദ്യം ഒരു എൻക്രിപ്ഷൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് വൈ, ഒരു വൈ കിട്ടും. സോ അതെങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് ദ പ്രൈവറ്റ് കീ ഓഫ് എ. നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ഓതന്റിക്കേഷൻ കൊടുത്ത പോലെ ഒതന്റിക്കേറ്റ് ആണ് നമുക്ക് അറിയണ്ടേ. സോ ആദ്യം എൻക്രിപ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ഓഫ് എ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അപ്പൊ ഒരു വൈ കിട്ടും. ഈ വൈനെ വീണ്ടും എൻക്രിപ്ഷൻ അൽഗോരിതത്തിലൂടെ എൻക്രിപ്റ്റ് ചെയ്യാണ് ബൈ യൂസിങ് പബ്ലിക് കീ ഓഫ് ബി. അപ്പൊ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പബ്ലിക് കീ ഓഫ് ബി യൂസ് ചെയ്ത് ബിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് രണ്ടാമത് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വി ഗെറ്റ് ദ സെഡ്. സോ സെഡ് ആണ് ഇവിടുത്തെ സൈഫർ ടെക്സ്റ്റ്. അത് എന്നിട്ട് സെൻഡ് ചെയ്തു. എന്നിട്ട് റിസീവറിലെത്തി. ആദ്യം ഇത് ഡിക്രിപ്റ്റ് ചെയ്യണം. ഡിക്രിപ്റ്റ് ചെയ്യുന്നത് കണ്ടോ, ഇവിടെ പബ്ലിക് കീ ഓഫ് ബി ആയതുകൊണ്ട് ഫസ്റ്റ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ഓഫ് ബി ആണ്. പ്രൈവറ്റ് കീ ഓഫ് ബി യൂസ് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഡിക്രിപ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രൈവറ്റ് കീ ഓഫ് ബി യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്താ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം പ്രൈവറ്റ് ബിക്ക് മാത്രമേ ബിന്റെ പ്രൈവറ്റ് കീ അറിയുള്ളൂ. സോ ഫസ്റ്റ് ഡിക്രിപ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ഓഫ് ബി യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? വൈ എന്ന് കിട്ടും. ഈ വൈ കിട്ടിയ വീണ്ടും ഡിക്രിപ്റ്റ് ചെയ്യുക ബൈ യൂസിങ് പബ്ലിക് കീ ഓഫ് എന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ട് ഡിക്രിപ്റ്റ് ചെയ്യുക. സോ ഓതന്റിക്കേഷനും അവിടെ റെഡി ആയി. സോ ഓതന്റിക്കേഷനും സീക്രസിയും റെഡി ആവുക. എന്നിട്ട് മെക്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എന്നിട്ട് ഡെസ്റ്റിനേഷൻ എക്സ് റീഡ് ഔട്ട് ചെയ്യാൻ പറ്റും, അതായത് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടി. സോ എക്സ് ആദ്യം എൻക്രിപ്റ്റ് ചെയ്ത് വൈ കിട്ടും ബൈ യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് എ. എന്നിട്ട് വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യുക ബൈ യൂസിങ് പബ്ലിക് കീ ഓഫ് ബി. എന്നിട്ട് ഡിക്രിപ്ഷനിൽ പ്രൈവറ്റ് കീ ഓഫ് ബി കൊണ്ട് ഡിക്രിപ്റ്റ് ചെയ്യുക. അപ്പൊ വൈ കിട്ടും. എന്നിട്ട് വീണ്ടും ഡിക്രിപ്റ്റ് ചെയ്യുന്നത് പബ്ലിക് കീ ഓഫ് എ യൂസ് ചെയ്തിട്ട്. സോ രണ്ട് കേസിലും നമ്മൾ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും എൻ്റെയും ബിന്റെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻക്രിപ്ഷനിലാണെങ്കിലും ഡിക്രിപ്ഷനിലാണെങ്കിലും പബ്ലിക് കീയും യൂസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് കീയും യൂസ് ചെയ്യുന്നുണ്ട്, എൻ്റെയും ബിന്റെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതുകൊണ്ട് നമുക്ക് ഓതന്റിക്കേഷനും സീക്രസിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? സെഡ് എന്ന് പറഞ്ഞാല് രണ്ട് എൻക്രിപ്ഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് എൻക്രിപ്ഷൻ നടക്കുന്നത് ഈ ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാട്ടോ. പക്ഷെ എൻക്രിപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ഓഫ് എ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിനെ പ്രൈവറ്റ് കീ ഓഫ് എ കൊണ്ടാണ് ചെയ്യുന്നത്. സോ എൻക്രിപ്റ്റ് പ്രൈവറ്റ് കീ ഓഫ് എ കോമ എക്സ്. എന്നിട്ട് ഇതിനെന്താ ചെയ്യുന്നത്? പബ്ലിക് കീ ഓഫ് ബി കൊണ്ടാണ് പിന്നെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സോ എൻക്രിപ്റ്റ് പബ്ലിക് കീ കോമ ഈ ഒരു സംഭവം. ഓക്കെ, എൻക്രിപ്റ്റ് പബ്ലിക് കീ കോമ ആദ്യത്തെ എൻക്രിപ്ഷൻ.
ഇനി എക്സ് കിട്ടണമെങ്കിൽ ഡിക്രിപ്ഷൻ ഓഫ് എക്സ് കിട്ടണമെങ്കിൽ സെയിം ഡിക്രിപ്ഷൻ ഓഫ് പ്രൈവറ്റ് കീ കോമ സെഡ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൈവറ്റ് കീ എടുക്കുന്നു സെഡിനും കൊണ്ട്. അപ്പൊ സെഡ് കോമ പ്രൈവറ്റ് കീ ഓഫ് ബി, പിന്നെ ഡിക്രിപ്ഷൻ ഓഫ് പബ്ലിക് കീ ഓഫ് എ. ഇങ്ങനെയാണ് നമുക്ക് എക്സിനെയും സെഡിനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇത് അപ്പൊ നമുക്ക് ഇത് കോൺഫിഡൻഷ്യാലിറ്റിയും അതുപോലെ തന്നെ സീക്രസിയും പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ ഇത് ഡിസ്അഡ്വാൻറ്റേജസ് behind this process is that this approach is that the algorithm is very complex because it executed 4 times rather than 2 times in each communication. 2 times ഓരോ കമ്മ്യൂണിക്കേഷൻ 2 times ഒരു എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ 4 times യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സെൻഡറിന് 2 എൻക്രിപ്ഷനും റിസീവറിന് 2 ഡിക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. സോ അൽഗോരിതം കോംപ്ലക്സ് ആണ്, അതാണ് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എൻക്രിപ്ഷൻ. എങ്ങനെയാണ് ക്രിപ്റ്റോ സിസ്റ്റംസ് ചെയ്യുന്നത്, എങ്ങനെയാ കോൺഫിഡൻഷ്യാലിറ്റി യൂസ് ചെയ്തിട്ട് സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റിയും സീക്രസിയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ക്രിപ്റ്റോ സിസ്റ്റം, എങ്ങനെ 3 മെത്തേഡ് നമ്മൾ ക്രിപ്റ്റോ സിസ്റ്റംസ്, അതായത് പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റംസ് ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെക്ഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.